നമസ്കാരം സുഹൃത്തുക്കളെ. RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള മൂന്നാമത്തെ ആളാണ് താനെന്ന അവകാശവാദവുമായി വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കുക. CPMന്റെ രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ്. നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു ഇടവേളയാണ് ഞാൻ തരുന്നത് കേട്ടോ. ചിരി കഴിഞ്ഞെങ്കിൽ ഞാൻ ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും പ്രൊഫസർ റിച്ചാർഡ് ഹേ എന്നൊരു വ്യക്തിയെപ്പറ്റി. റിച്ചാർഡ് ഹേ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു പ്രൊഫസർ കൂടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിലർക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരിക്കും. 2015 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം MP ആയിരുന്ന വ്യക്തിയാണ്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ്. അവർക്ക് അങ്ങനെ ഒരു സംവരണം ഉണ്ടായിരുന്നത്. അത് നോമിനേറ്റഡ് MP ആണ്. അദ്ദേഹം BJP-കാരനാണ്. അദ്ദേഹത്തിനെ നോമിനേറ്റഡ് ചെയ്ത് BJP ആണ്. അപ്പോൾ അദ്ദേഹം MP ആയിട്ട് കേരളത്തിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഈ 14 ജില്ലയിലെ പലർക്കും അദ്ദേഹത്തെ അറിയത്തുപോലുമില്ല. അദ്ദേഹം ഏത് നാട്ടുകാരനാണ് എന്ന് പോലും ഒരുപക്ഷെ ഇത് കേട്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കുന്നത്. പറഞ്ഞു വരുന്ന ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ ദിവസവും തിരക്കാണ്. തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നേതാക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്, ജനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റിയൊന്നും അവർ വാർത്ത കൊടുക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജ് നോക്കിയാലും ചില സ്ഥലങ്ങളിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ, അതേപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, സ്കൂളുകളിലെ ഈ സ്മാർട്ട് ക്ലാസ് റൂം, സ്കൂളുകളിൽ കൊടുത്തിട്ടുള്ള ബസ്സുകൾ, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇത് MP റിച്ചാർഡ് ഹേ എന്ന വ്യക്തിയുടെ എന്താ പറയുക ഫണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് വാങ്ങിയതാണെന്ന തരത്തിലാണ് കാണുന്നത്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ വ്യക്തി ആരാണെന്നോ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടവർ പോലും വളരെ ചുരുക്കമാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്, ഞാനതിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല, പക്ഷേ അവിടെ ഉള്ളവർക്കും അതിൽ യാത്ര ചെയ്യുന്നവർക്കും അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ ഒരു വലിയ പേരുകേട്ട ക്ഷേത്രമൊക്കെ ഉണ്ട്, പരശുരാമ ക്ഷേത്രം. അതിനടുത്തായിട്ടൊരു വലിയ ഹൈമാസ്റ്റ് ലൈറ്റുണ്ട്. അത് അനുവദിച്ചു കൊടുത്തത് ഈ പറഞ്ഞ MP റിച്ചാർഡ് ഹേയുടെ കാലത്തിലാണ്. അവിടെ ലോകസഭാ MP ആയിട്ട് തരൂർ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കുക. ആ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ MP ആരാണ് എന്ന് പോലും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഒരു നോമിനേറ്റഡ് MP ആയ വ്യക്തി പോലും അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ ആ ഫണ്ടിൽ നിന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അദ്ദേഹം ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം MP അല്ല, കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. സാധാരണ രാജ്യസഭ MP-മാർക്കൊക്കെ 6 വർഷമാണ് കാലാവധി. പക്ഷേ ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക് 4 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംവരണ സംവിധാനമൊന്നും ഇല്ല, അത് നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു നോമിനേറ്റഡ് MP പോലും ചെയ്ത ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ രാജ്യസഭ MP ആയിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തിയെക്കൊണ്ട് ആർക്ക് എന്ത് ഗുണമാണുള്ളത്? അദ്ദേഹത്തിന് വേതനം കിട്ടുന്നുണ്ട് MP എന്ന നിലയിൽ. ആ വേതനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം പാർട്ടിക്ക് പോകുന്നുണ്ട്. പാർട്ടിയാണല്ലോ അദ്ദേഹത്തിനെ MP ആക്കിയത്. ആ പാർട്ടിയിൽ അങ്ങനെ ചില സംവിധാനമുണ്ട്. ലെവി എന്ന ഓമനപ്പേരാണ് പറയുന്നത്. അതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം വഴിയും എറണാകുളം വഴിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ബസ് സ്റ്റോപ്പ് കാത്തിരിപ്പ് കേന്ദ്രമെങ്കിലും ജോൺ ബ്രിട്ടാസിൻ്റെ പേരിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീടിനും ഗുണമില്ല, നാടിനും ഗുണമില്ല. ആകെ അദ്ദേഹത്തിൻ്റെ ലെവികൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ട്, പാർട്ടിക്കാർക്ക് വലിയ ഗുണമൊന്നുമില്ല. കാരണം പാർട്ടിക്കാർ, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവർ, തല്ലുകൊണ്ടിട്ടുള്ളവർ, ജയിലിൽ കിടന്നിട്ടുള്ളവർ, അവരൊക്കെ പറയുന്നത് തങ്ങൾക്ക് കൂടി കിട്ടേണ്ടിയിരുന്ന സ്ഥാനമാണ് ഇതേപോലെ പിണറായി സ്തുതി കൊണ്ട് മാത്രം ജോൺ ബ്രിട്ടാസ് നേടിയെടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരിൽ പോലും ഇദ്ദേഹത്തിനോട് എതിർപ്പുള്ള വ്യക്തിയുണ്ട്. അപ്പോൾ ഈ മനുഷ്യനാകെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ പാർലമെൻറ്റ് സെഷനിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. രാജ്യസഭയിൽ അലമ്പുണ്ടാക്കും, അവിടെ ഇംഗ്ലീഷ് പറയും, അലമ്പുണ്ടാക്കും. എപ്പോഴും ആളുകളെ വർഗീയമായി ചേരിതിരിപ്പിക്കാനുള്ള സംഗതികളായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊക്കെ ഇൻഡയറക്റ്റായിട്ട് കിടക്കുന്നത്. അതിനിടയിൽ ചില മത സംഘടനകളൊക്കെ നടത്തുന്ന സമ്മേളനങ്ങളിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കും. അവിടെ പോയിട്ട് ഒരു ആവശ്യവുമില്ലാതെ തന്നെ പഴയ കാലത്തെ എന്താ പറയുക ബാബറി മസ്ജിദ് തകർത്ത കഥയും അതിൻ്റെ ആ നോവ് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള തരത്തിലുള്ള എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. സമരം നടത്തുന്നവരെ മൂപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ ലാസ്റ്റ് നടന്ന സമരത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പങ്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലാതെ എന്താണ് ജോൺ ബ്രിട്ടാസ് എന്ന ഈ വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടുക. ജോൺ ബ്രിട്ടാസ് എന്ന ആളുടെ പേരിൽ എവിടെയെങ്കിലും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമോ, അല്ലെങ്കിൽ അദ്ദേഹം അനുവദിച്ചു കൊടുത്ത ബസ്സോ, സ്കൂൾ ബസ്സോ, സ്മാർട്ട് ക്ലാസ് റൂമോ, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഹൈമാസ്റ്റ് ലൈറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് PR ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ PR വെച്ച് തള്ളിമറിക്കുന്നതും കണ്ടിട്ടില്ല നമ്മൾ. ഈ ബ്രിട്ടാസിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ കണ്ടിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യൻ എന്താണ് ശരിക്കും ചെയ്യുന്നത്? MP സ്ഥാനത്തിരുന്ന് അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ കാലാവധി തീരുന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളോട് പറയണ്ടേ? എന്തായാലും തെരഞ്ഞെടുപ്പിൽ നിന്ന് അയാൾ ജയിക്കാൻ പോകുന്നില്ല. സുരേഷ് ഗോപി ഇപ്പോഴാണ് ലോകസഭ MP ആയത്. ഇതിനു മുമ്പ് രാജ്യസഭ MP ആയിരുന്നു. പക്ഷേ രാജ്യസഭ MP ഇരുന്നിട്ട് പോലും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ, അത് തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ല 14 ജില്ലയ്ക്ക് വേണ്ടിയിട്ടും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പം സുരേഷ് ഗോപിയായിട്ട് പോലും ഈ മനുഷ്യനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഞാനൊരു
നോമിനേറ്റഡ് എം പി, ഒരു ആംഗ്ലോ ഇന്ത്യൻ എം പി റിച്ചാർഡ് ഹേ എന്ന വ്യക്തി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കിയോ. ഓരോ വർഷവും ഓരോ മാസവും ഓരോ ദിവസവും അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കാണുമ്പോഴാണ് ഇതുപോലുള്ള പാഴുകളെയൊക്കെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ രാജ്യസഭയിലേക്കൊക്കെ പറഞ്ഞു വിടുന്നത്? ഈ രാജ്യത്ത് അലമ്പുണ്ടാക്കാനും സമരത്തിന് മൂപ്പിച്ചു കൊടുക്കാനും എരുതിയിൽ എണ്ണ ഒഴിക്കാനും വേണ്ടി മാത്രം ഈ രാജ്യത്തിന് ഒരു എം പി വേണോ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരാളെയാണ് RSSകാർ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ 3ാമത് എടുത്തിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ചിരിക്കുകയല്ലാതെ.